Hi. Violence, violence, violence. Animal kill Marco. Cut. Kill Marco. Violence Marco. Emotional kill. ബട്ട് രണ്ടും ചെയ്തു വെച്ചിരിക്കുന്നത് പീക്കിലാണ്. അട്ടിപൊളി. രണ്ടും ബെഞ്ച് മാർക്കാണ്, ഒരു സംശയമില്ല. മാർക്കുകളിലേക്ക് വരുമ്പോൾ ഇന്നത്തെ ആദ്യമേ പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഇത് വഴിതെറ്റി ആരും ആ വഴിക്ക് പോകരുത്. അറിയാലോ, വഴിതെറ്റി പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ കപ്പ് ഓഫ് ടീ ഫോർ എവരി വൺ. അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന ചായ കുടിക്കാൻ പറ്റിയ സ്ഥലമല്ല. അതുകൊണ്ടാണ് അവർ ടീസർ മാത്രമേ പുറത്തു വിട്ടിട്ടുള്ളൂ. അതിൽ ട്രെയിലർ പോലും അവർ ഇറക്കിയിട്ടില്ല. അവർ ആദ്യം തുടങ്ങി പറയുന്നുണ്ട് മലയാളത്തിലെ ഏറ്റവും വലിയ വയലൻ്റ് മൂവിയാണ്. ഓക്കെ, അപ്പോൾ ആവശ്യമില്ലാത്ത ആൾക്കാർ ആ വഴിക്ക് പോരുത്. ഇത് എ സർട്ടിഫൈഡ് ആണ്. 18 വയസ്സിൽ താഴെയുള്ള ആൾക്കാർ കാണുകയും ചെയ്യരുത്. അതിന് മേലെ ആൾക്കാർക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേപോലെ ആരെങ്കിലും റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൻ്റെ കൂടെ പോവുക. പിന്നെ ഈ ജഗതി മറ്റേ സിനിമയ്ക്ക് തോന്നുന്ന പോലെ ഗ്രഹണി പിടിച്ച പിള്ളേരോ അപസ്മാരമുള്ള പിള്ളേരൊന്നും പോയിരിക്കരുതെന്ന് പറഞ്ഞ പോലെ തന്നെ ഗർഭിണികളോ BP ബ്ലഡ് പ്രഷർ സംബന്ധമായ അസുഖങ്ങളാണ് ആൾക്കാരൊന്നും ഇത് പോയി കാണരുത്. കാര്യം അങ്ങനെയാണ് ഇതിനകത്ത് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഇന്നലെ രാത്രി 10:45 ഷോയാണ് കണ്ടത്. ആ ഷോ കൊണ്ട് തിരിച്ചിറങ്ങുമ്പോൾ പോലും അവിടെ അടുത്ത ഷോയ്ക്ക് 12 മണിക്ക്, ഞാൻ ദുബായിലാണ് കണ്ടത്, 1 മണിക്കുള്ള ഷോ, അതിനവിടെ ആൾ ക്യൂ ആയിരുന്നു. അപ്പോൾ അതാണ് അവസ്ഥ. ഓക്കെ, അപ്പോൾ സിനിമയിലേക്ക് വരുന്നതിന് മുന്നേ പൃഥ്വിരാജ് ഒരിക്കലൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. SSR സാക്ഷാൽ രാജമൗലി, SS രാജമൗലി പറഞ്ഞൊരു കാര്യം, നിങ്ങൾക്ക് ഇതുവരെയായിട്ടും നിങ്ങളുടെ മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല. ഇന്ത്യയിലെ നമ്പർ 1 ക്വാളിറ്റി പ്രൊഡക്ട്സ് നിങ്ങളുടെ കയ്യിലുണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്, ഏറ്റവും മിതമായ നിരക്കിൽ ഈ സാധനങ്ങൾ ഉണ്ടാക്കാനും നിങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് ഒരു മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല. വൺസ് ദ മാർക്കറ്റ് ഈസ് ഓപ്പൺ, നിങ്ങളുടെ ഒരു ബൂമിങ് ആയിരിക്കും ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി കാണാൻ പോകുന്നത്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കണമെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലായ കാര്യം. കൊറോണയ്ക്ക് ശേഷം ഫസ്റ്റ് ദൃശ്യം 2 ആണ് ആ ഒരു ഇൻഡസ്ട്രി ഓപ്പൺ ആക്കി വെച്ചത്. അതിനുശേഷം നമുക്ക് ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ സിനിമ ഇൻഡസ്ട്രിയും നോക്കുവാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും അതേപോലെ വലിയ മാസ് സിനിമകൾ മാത്രം വന്ന് പേരെടുക്കുമ്പോൾ മലയാളത്തിൽ എല്ലാ കണ്ടന്റുകളും അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ARO ഇപ്പോൾ വന്നിരിക്കുന്ന റൈഫിൾ, നമ്മുടെ ആഷിഖ് കപൂറിൻ്റെ സിനിമ, അതിന് മുന്നേ ഉള്ള നമ്മുടെ എല്ലാ പടങ്ങളും, ഇപ്പോൾ നസ്ലിൻ്റെ ആയാലും, ഇങ്ങനെ ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സ്, അല്ലെങ്കിൽ ഈ സമയകാലത്ത് ഇറങ്ങിയ ഒത്തിരി സിനിമകൾ, ഇപ്പോൾ സൂക്ഷ്മദർശിനി, എല്ലാം കണ്ടന്റ് ഓറിയൻറ്റഡ് സിനിമകളാണ്. അപ്പോൾ കണ്ടന്റ് ഓറിയൻറ്റഡ് ഉണ്ട്, മാസ് ഉണ്ട്, ഹ്യൂമർ ഉണ്ട്, എല്ലാം നല്ല രീതിയിൽ കേരളത്തിന് പുറത്ത് മാർക്കറ്റ് ഓപ്പൺ ആക്കി തുടങ്ങി. ഇതിൻ്റെ പീക്ക് ലെവലല്ല, ഇതിൻ്റെ പീക്ക് ലെവൽ വരാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഉണ്ണിമൂന്നലിലേക്ക് വരുമ്പോൾ, ഉണ്ണിമൂന്നൻ്റെ കാര്യം നമ്മൾ കുറച്ച് നാൾ മുന്നേ, ഇപ്പോൾ മാളികപ്പുറത്തിന് മുന്നേ നമ്മൾ ചിന്തിച്ചൊരു കാര്യമാണ്, നമ്മൾ പല സ്ഥലത്തും എഴുതിയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ ഈ ചാനലിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഉണ്ണിമൂന്നനൊക്കെ എപ്പോഴേ ഈ കേരള എന്താണ് ഈ ഒരു റേഞ്ച് വിട്ട് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. കാര്യം അതിനുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഉണ്ണിമൂന്നൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഈ സീക്രട്ട് ഏജൻറ്റ് പോലെ ആൾക്കാരെ, അല്ലെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാരെ വിളിച്ച് ചീത്ത പറയുന്നല്ല ഉദ്ദേശിച്ചത്, അവരുടെ പുറകെ തർക്കിച്ച് നടക്കുക, അതിൻ്റെയൊന്നും അല്ല. അതിൻ്റെയൊക്കെ മേലെയാണ് ഉണ്ണിയുടെ റേഞ്ച്. നമ്മൾ എത്രയോ കാലമായിട്ട് പറയുന്നു, പക്ഷേ അതിനുള്ളൊരു അവസരം ഇതുവരെയായിട്ട് വന്നില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഇപ്പോൾ അതിനൊരു ഓപ്പർച്യൂണിറ്റി വന്നിരിക്കണം. ഹനീഫ് അദേനിക്ക്, ഷെരീഫ് മുഹമ്മദിന് ബിഗ് സല്യൂട്ട്, ഹാറ്റ്സ് ഓഫ്. നിങ്ങൾ അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തി ഉണ്ണിയുടെ ഒരു ഔട്ട്പുട്ട്, ഉണ്ണീനെ ശരിക്കും ഇപ്പോൾ 7 വർഷത്തിന് ശേഷമാണ് പുള്ളി ആക്ഷൻ സിനിമ ചെയ്യുന്നത്. മല്ലു സിംഗ് ആണ് പുള്ളി മെയിനായിട്ട് ചെയ്ത ഒരു ഹിറ്റ് സിനിമ എന്ന് പറയുന്നത്. പുള്ളി സിനിമ ഫീൽഡിൽ നിന്ന് വിട്ട് പോകുന്നു, അല്ലെങ്കിൽ സിനിമ മതി എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് പുള്ളി നമ്മുടെ ലാൽ ജോസിൻ്റെ ആ സിനിമ ചെയ്യുന്നത്. അങ്ങനെയാണ് മസിൽ അളിയൻ, ഒരു ബോഡി ബിൽഡിങ് അല്ലെങ്കിൽ ഫിസിക്കിലേക്ക് പുള്ളി കുറച്ചും കൂടി ഫോക്കസ്ഡ് ആവുന്നത് അവിടെയാണ്. വിക്രമാദിത്യൻ പുള്ളിയുടെ സിനിമയിൽ ഇപ്പോൾ നടക്കുന്ന പുള്ളിയുടെ ഗ്രോത്തിൽ പുള്ളി സ്റ്റിക്ക് ഓൺ ആയിട്ട് മലയാള സിനിമയിൽ നിൽക്കാനുള്ള ഒരു കാരണത്തിന്, ഒരു വലിയ കാരണം തന്നെയാണ്. ഫിസിക് എന്ന രീതിയിലേക്ക് പുള്ളി 6 പാക്കിലേക്ക് പോകുന്നത് ആ സമയത്താണ്. അത് വലിയൊരു ഇമ്പാക്റ്റാണ് പുള്ളിക്ക് കരിയറിൽ കൊടുത്തത്. ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു പുള്ളിയുടെ ലൈഫിലെ ഒരു സെക്കൻഡ് ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് മല്ലു സിംഗ് ആണെങ്കിൽ സെക്കൻഡ് ടേണിംഗ് പോയിന്റ് വിക്രമാദിത്യനായിരുന്നു. അതിനകത്ത് വിക്രം എന്നുള്ള ക്യാരക്ടർ എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ വൺസ് അഗൈൻ ഹാറ്റ്സ് ഓഫ് ഹനീഫ് അദേനി ആൻഡ് ഷെരീഫ് മുഹമ്മദ്, ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ഉണ്ണിമൂന്നിനെ വെച്ച് നിങ്ങൾ ഏറ്റെടുത്തതിന്. പിന്നെ അടുത്ത കാര്യങ്ങളിലേക്ക് വരുമ്പോൾ, സിനിമയിലേക്ക് വരുമ്പോൾ, സിനിമ അറിയാലോ, ഞാനിത് എൻ്റെ ഒരു മൊത്തം ഔട്ട്ലൈൻ പറഞ്ഞു കഴിഞ്ഞു. ഔട്ട്ലൈൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഫ്രെയിം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ വെറുതെ ഒരു ആക്ഷൻ ചെയ്യാൻ പറ്റത്തില്ല, അത് നമുക്ക് ഇല്ലോജിക്കാവും. കാര്യം പ്രത്യേകിച്ചും കേരള സിനിമ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അവിടെ ഒരു ഇമോഷൻസ് വരുന്നുണ്ട്. അതെന്തായാലും ഈ സിനിമയ്ക്ക് വേണ്ട ഇമോഷൻസ് അവരെ
ആ ഒരു റിലേഷൻഷിപ്പും അതിൻ്റെ ഇമോഷൻസും ഫാമിലി ബോണ്ടിങ്ങും എല്ലാം അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് വേണ്ട കറക്റ്റ് കാര്യങ്ങൾ അവിടെ കറക്റ്റാണ്. ഒരു മലയാള സിനിമയ്ക്ക് എന്തൊക്കെ വേണം 30 കോടി ബഡ്ജറ്റിൽ അവർ കറക്റ്റായിട്ട് അതിൻ്റെ പീക്ക് ലെവലിൽ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അതിന് നമ്മുടെ എക്സ്പെക്ടേഷനേക്കാളും മേലെ അവർ തന്നിട്ടുണ്ട്. അതിനും ഒരു സല്യൂട്ട് തന്നെയാണ്. സിനിമയിലേക്ക് വരുമ്പോൾ മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ണി മൂന്തൻ ലെവലാണ് ലെവൽ. ജയകതീഷ് ഓഹ് സിദ്ദിഖ് സൂപ്പറുമാണ്. ശരിക്കും സിദ്ദിഖിൻ്റെ കാര്യം പലരും ഇവിടെ പറഞ്ഞ് ഞാൻ കേട്ടില്ല. സിദ്ദിഖ് ഈ ഒട്ടുക്കത്തെ ക്യാരക്ടറാണ് സിദ്ദിഖ് ചെയ്തിരിക്കുന്നത്. ജോർജ് എന്ന് പറഞ്ഞ ക്യാരക്ടർ സിദ്ദിഖിൻ്റെ കിടുക്കനാണ്. അൻസൻ പോൾ, ഷമ്മി തിലകൻ്റെ മോൻ, ആളുടെ പേര് അഭിമന്യു. ഓഹ് അതൊരു വേറൊരു ഐറ്റം കേട്ടോ. ശരിക്കും പുള്ളീനെ ഞാൻ നമ്മുടെ ഒരു ടീസറിലാണെന്ന് തോന്നുന്നു. ടീസറിൽ ഞാൻ റിവ്യൂ ചെയ്തപ്പോൾ തന്നെ ടീസർ റിയാക്ഷൻ ചെയ്തപ്പോൾ ഞാൻ അതിനകത്ത് സണ്ണിവേൻ എന്നാണ് പറഞ്ഞത്. കാര്യം സണ്ണിവേനെ പോലെ തന്നെ ഇരിക്കണം ഈ പുള്ളി. എനിക്ക് അന്നേ അങ്ങനെ തോന്നിയത്. പക്ഷേ ഇത് ഈ പുള്ളിയാണെന്നുള്ളത് നമുക്ക് ഇപ്പോഴാണെന്ന് മനസ്സിലായത്. എന്തായാലും അഭിമന്യു, ഷമ്മി തിലകൻ, അത് ഒരു ലെവൽ സൗണ്ട് മോഡുലേഷൻ പക്ക. പിന്നെ അവരുടെ ഫാമിലിയിൽ എല്ലാവർക്കും പ്രത്യേകിച്ച് ഡബ്ബിങ് വേറെ ആരും ചെയ്യേണ്ടി വരികയല്ല. അവർ തന്നെ ഡബ്ബിങ്ങിൻ്റെ ആശാന്മാരാണ്. ഇവരെല്ലാവരും അറിയാമല്ലോ, ഇവരെല്ലാവരും ഡബ്ബിങ്ങിലും കൂടി പേര് കേട്ട ആൾക്കാരാണ്. ഡബ്ബിങ് സിനിമ ഇല്ലെങ്കിലും ഇവർക്ക് ഡബ്ബിങ് ഒത്തിരിയുള്ള ആൾക്കാരാണ്. ഈ പറഞ്ഞ ഷമ്മി തിലകൻ, ശോഭി തിലകൻ, ഈ പറഞ്ഞ ആൾക്കാരെല്ലാവരും. അപ്പോൾ ഒരു ഫിഗർ കൊണ്ടും പുള്ളി ഇതിനകത്ത് തകർത്തിട്ടുണ്ട്. പുള്ളി പക്ക ആയിട്ട് മാർക്കോൻ്റെ ക്യാരക്ടറിന് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന നല്ലൊരു വില്ലനായിട്ട് തന്നെയാണ് പുള്ളി ഇതിനകത്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു ഹിന്ദി നടനുണ്ട്, പുള്ളിയുടെ പേര് ഏതായിരുന്നു, കബീർ ദ്വാൻ സിംഗ്. എൻ്റെ പൊന്നെ, അതൊരു ഐറ്റം തന്നെ കേട്ടോ. പുള്ളിയുടെ ഒരു ഇങ്ങനെ ഒരു ഫിഗർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നണ ഒരു പക്കാ ഫീൽ, അതൊരു ഒടുക്കത്തെ ഫിഗർ തന്നെയാണ്. ശരീരം കൊണ്ടും പുള്ളിയെ പ്രസൻറ്റ് ചെയ്ത രീതി, ഡയലോഗ്, സൗണ്ട്, എൻ്റെ പൊന്നു, പുള്ളി ചെയ്യുന്ന വയലൻസ് ഒരു രക്ഷയില്ലാണ്ടായി കിടുക്കനായിട്ടുണ്ട്. പുള്ളി കൂടി ആ സിനിമയുടെ ഭാഗമായിട്ട് വരുന്ന സമയത്ത്, അവസാനമൊക്കെ ആ സമയത്ത് എജാതി, അതായത് ആ സിനിമയെ വേറെ തലത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതൊരു വല്ലാത്തൊരു, ആ സിനിമയുടെ ആ ഒരു അവസാന 25 മിനിറ്റ് എന്ന് പറയുന്നത്, ആ സിനിമയെ അതുവരെ പോയ സിനിമ എന്ന് പറയുന്നത് തന്നെ വേറെ ലെവലാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനെ ഷിഫ്റ്റ് ചെയ്തു. അത് ഒരു രക്ഷയിലുണ്ടായി. മൊത്തം ക്യാരക്ടേഴ്സിനാണ് അവിടെ ഷിഫ്റ്റ് ചെയ്തത്. ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അവസാനത്തെ ആ ഒരു 2 ഫൈറ്റ് സീനൊക്കെ മരവിച്ചു പോകും. പിന്നെ എനിക്ക് കില്ല് കണ്ട് ഓൾറെഡി ഞാൻ അഡ്ജസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് വലിയ വിഷയങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ എന്തായാലും ഈസി ആയിട്ട് കണ്ടിരുന്നു. പിന്നെ ഞാൻ 2 അടിച്ചിട്ടാണ് പോയി കണ്ടത്. അത് എന്തായാലും വേറെ ലെവലായി പോയി. അപ്പോൾ അതാണ് ക്യാരക്ടേഴ്സ് വരുന്നത്. പിന്നെ അയാൻ എന്ന് പറഞ്ഞാൽ ചെറുക്കനുണ്ട്, നമ്മുടെ ഈ ഉണ്ണിമൂന്തൻ്റെ മറ്റേ സിനിമ ഉണ്ടല്ലോ, കാലുവയ്യാത്ത, അതിനകത്ത് ആ പയ്യൻ ഇതിനകത്തുണ്ട്. ഉണ്ണിമൂന്തനായിട്ടുള്ള ഒരു ബോണ്ട് ആ ചെക്കന് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇനി വല്ല സിനിമകൾക്ക് ചിലപ്പോൾ ആ ഒരു ചെക്കനെ ഉണ്ണിമൂന്തൻ്റെ സിനിമകൾക്ക് പ്രിഫർ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ ബേസിക് കഥ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു 2 ഫാമിലീസ് തമ്മിലുള്ള ഒരു വഴക്ക് കാര്യങ്ങൾ, ബിസിനസ്, അവർ ഒരുമിച്ച് ബിസിനസ് ചെയ്യുമ്പോൾ വരുന്ന കുറച്ച് പ്രശ്നങ്ങൾ, അതിൽ നിന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുക, തെറ്റിദ്ധരിപ്പിക്കുക, മാനിപ്പുലേറ്റ് ചെയ്യുക, സീക്രട്ടായിട്ട് വെക്കുക. ബിസിനസ് ഈസ് ബിസിനസ്. അതിനകത്ത് ബന്ധങ്ങളോ കാര്യങ്ങളോ ചക്കയില്ല. അത് തന്നെയാണ് അതിൻ്റെ ബേസിക് സ്റ്റോറി ബേസ് എന്ന് പറയുന്നത്. അതിനെ ഇമോഷൻസ് ഫാമിലിയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് വയലൻസിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ കൊന്നു തള്ളുന്നുണ്ട്, ചോര ചീറ്റുന്നുണ്ട്, കംപ്ലീറ്റ് ചോര ചീറ്റുന്നുണ്ട് കംപ്ലീറ്റ് ആൾക്കാരുടെ. അതിൽ കുറേ ഫൈറ്റ് ഉണ്ട്, ഒരു 6-7 ഫൈറ്റ് ഉണ്ട്. അവർ ഒരു കോംപ്രമൈസും ഇതിനകത്ത് ഷെരീഫ് മുഹമ്മദിൻ്റെ പ്രൊഡ്യൂസർ ചെയ്തിട്ടില്ല. എജാതി ഫൈറ്റ് സീൻസ്, അതായത് ഇതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫി അന്യായ ആക്ഷൻ കൊറിയോഗ്രാഫിയാണ്. അത് ഒരു ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കൊരു 10-15 ഒരു 7-8 മിനിറ്റൊക്കെ ഒരു ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്യണമെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ ഉണ്ണീനെ പോലെ ഒരാൾ, അല്ലെങ്കിൽ ഇത്ര വെറുതെ ഫൈറ്റ് ചെയ്താൽ പോലെ ഒരു ഫ്ലോ വേണം. ഇപ്പോൾ ടോവിനോൻ്റെ ഫൈറ്റിന് നല്ല ഫ്ലോ ഉണ്ട്, ഇപ്പോൾ ലാലേട്ടൻ്റെ ഫൈറ്റിന് നല്ല ഫ്ലോ ഉള്ളതാണ്. ഉണ്ണി മൂന്നിന് എനിക്ക് പൃഥ്വിരാജിൻ്റെ ഫൈറ്റ് പോലും ഫ്ലോ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഫൈറ്റ് ചെയ്യും, പക്ഷേ ഈ പറഞ്ഞ ആൾക്കാരുടെ ഫൈറ്റാണ് കുറച്ചും കൂടി ഫ്ലോ ഉള്ളത്. കാര്യം വേറെ ഫൈറ്റിൻ്റെ വേറൊരു എന്താ പറയുക, ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അത് ഇവർ 2 പേരും ഇവർ 3 പേരും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എനിക്കതാണ് പേഴ്സണലായിട്ട് തോന്നിയത്. അതുകൊണ്ട് തന്നെ വളരെ കൺവിൻസിങ് ആയിട്ടുള്ള ഫൈറ്റ് സീൻസ് ആണ്. കൊറിയോഗ്രാഫി എല്ലാം വളരെ കൺവിൻസിങ് ആണ്. അന്യായമായിട്ടുള്ള രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് എടുത്തു പറയേണ്ട 2-3 ഫൈറ്റ് എന്ന് പറയുന്നത്, ഇവരുടെയൊക്കെ ഇൻട്രോ, ജഗദീഷിൻ്റെ ഉണ്ണിമൂന്നിൻ്റെയൊക്കെ ഇൻട്രോ വേറെ ലെവലാണ്. ഉണ്ണിമൂന്നിൻ്റെ ഇൻട്രോ എന്ന് പറയുന്നത് പറയുന്നില്ല, വേറെ ലെവൽ ഇൻട്രോ ആണ്. അപ്പോൾ ഇതിനകത്തൊരു കാട്ടിൽ വരുന്നൊരു ഫൈറ്റ് ഉണ്ട്, കുറേ ഫൈറ്റ് ഉണ്ട്, എല്ലാം അന്യായ മാസമാണെങ്കിൽ പോലും ഇതിനകത്ത് കാട്ടിൽ വരുന്ന ഒരു ഫൈറ്റിൽ ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ടുള്ള ഒരു ഫൈറ്റാണ്. അത് നിങ്ങൾക്ക് കാണുന്നവർക്കറിയാം. വേറൊരു ഡിഫറെൻറ്റ് സിറ്റുവേഷനിൽ നിന്ന് ഒരു ഹോപ്പ്ലെസ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ കാണിക്കുന്ന ഒരു ഫൈറ്റ്. അത് മെയിനായിട്ട് കൈകളല്ല ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഊഹിച്ചാൽ മതി എങ്ങനെയാണ് അതിൻ്റെ ഹോപ്പ്ലെസ്, ഒരു റെസ്ട്രെയിൻ ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഫൈറ്റ്. അത് മാസാണ്,
ചെവിയൊക്കെ കടിച്ചെടുക്കുന്ന ആ സീൻസ് അവിടെ വരുന്നത്. അതൊരു രക്ഷയില്ലാണ്ട് അത് ചെയ്തിട്ടുണ്ട്. ആ സീൻസ് എനിക്ക് ഭയങ്കര, അവിടെയാണ് നമ്മുടെ ഈ വുഡ് കട്ടറൊക്കെ വരുന്നത്. ശരിക്കും മെഷീൻ കണ്ണൊക്കെയാണെന്ന് വിചാരിച്ചത്, പക്ഷേ വുഡ് കട്ടറൊക്കെ കൊണ്ട് ചീറ്റുമാണ് ചോര ഇങ്ങനെ, രക്ഷയില്ലാത്ത എനിക്ക് പീക്കാണ്, പീക്ക്. പിന്നെ ഇങ്ങോട്ട് വരുന്ന ഫൈറ്റുകൾ കുറേ ഉണ്ട് ഇതിനകത്ത്. എല്ലാ ഫൈറ്റും അടിപൊളിയാണ്, ഭയങ്കര കൺവിൻസിങ് ആണ്. അത്യാവശ്യം വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോട്ട്, അതിൻ്റെ ഒരു മെസ്സേജ് എന്താണെന്ന് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമാണ് മക്കളെ, അതേപോലെയാണ്. പക്ഷെ ഉണ്ണീനെ കാണിക്കണമുള്ള സീൻസൊക്കെ എല്ലാം ഫസ്റ്റ് തന്നെ ഒരു പള്ളിയിൽ വെച്ചുള്ള സീനൊക്കെ വരുന്നത്, അതിന് കൊടുക്കുന്ന ഡയലോഗ് വേറെ ലെവലാണ്. അപ്പോൾ ഇതിനകത്ത് ബാക്കി വരുന്ന ആക്ഷൻ കൊറിയോഗ്രാഫി ഒരു സ്റ്റെപ്പിൽ വെച്ച് ഷെയർ കേസിൽ വെച്ചുള്ള ആക്ഷൻ ഉണ്ട്. അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് നമ്മൾ ഇത് വളരെ കൺവിൻസിങ് ആയിട്ടുള്ള ഒരു സംഭവത്തിലാണ് ചെയ്തിരിക്കുന്നത്. കാര്യം ഉണ്ണി ആയതുകൊണ്ട് തന്നെ ഉണ്ണിക്ക് അത്രയും ബോഡി ശരീരം ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഒരു 10-20 പേര് വന്നാൽ ഒരു 5-10 മിനിറ്റോളം ഈ ആക്ഷൻ സീക്വൻസ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ ഓക്കെയാണ്. ഇപ്പം നമുക്ക് ഇത് ദുൽഖറിൻ്റെ കിങ് ഓഫ് കൊത്തയിൽ അവിടെയാണ് പാളിച്ച് പറ്റിയത്. ദുൽഖറിന് അത് പറ്റത്തില്ല. അത് പകുതിയായപ്പോൾ തന്നെ ആ പടം തളർച്ച വന്നു. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഞാനിപ്പോഴും പറയുന്നു. പക്ഷേ ആ പടത്തിന് ഒരു തളർച്ച വന്നു. കാര്യം ആക്ഷൻ ഒരു പരിധി വിട്ട് അങ്ങോട്ട് പോയി, അതിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ ദുൽഖറിന് പറ്റുന്നില്ല. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ ഉണ്ണിക്ക് അതിൻ്റെ കേസ് വരുന്നില്ല. ഓക്കെ, അത് വേറൊരു തലത്തിലേക്ക് ഫൈറ്റ് ആക്ഷൻ കൊറിയോഗ്രാഫി കൊണ്ടുപോയാൽ ഉണ്ണിക്ക് അതിനുള്ള ഫിസിക് ഉണ്ട്, നമുക്ക് കൺവിൻസ്ഡ് ആണ്. നിസ്സാരമായിട്ടാണ് ഫൈറ്റ് ചെയ്തിരിക്കുന്നത്. അത് കിക്കായാലും പഞ്ചായാലും അതിന് വേറെ എല്ലാ തരത്തിലുള്ള രീതികളും, ഇതിപ്പോൾ ടൂൾസ് നമ്മുടെ ഈ എന്താണ് ഷാർപ്പായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്ത് വെപ്പൺസ് ഉപയോഗിച്ചിട്ടുണ്ട്, ഗൺസ് ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഷാർപ്പായിട്ട് നമ്മുടെ വടിവാൾ, അങ്ങനെയുള്ള കത്തി, എല്ലാം നല്ല രീതിയിൽ കിട്ടാവുന്ന പരിപാടികളെല്ലാം ഇവർ നല്ല രീതിയിൽ പണിയെടുപ്പിച്ചിട്ടുണ്ട്. ഉണ്ണിനെ കൊണ്ട് നല്ല രീതിയിൽ പണിയെടുപ്പിച്ചിട്ടുണ്ട്. ഇവർ നല്ല രീതിയിൽ പൈസയും മുടക്കിയിട്ടുണ്ട്. അതിനൊന്നും എവിടെയും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഇത് പിന്നെ കൂടുതലായിട്ട് പറഞ്ഞ് നീട്ടേണ്ട കാര്യമൊന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇത് ഫസ്റ്റ് മലയാളം വയലൻസ് മൂവി എന്ന് തന്നെ പറയാം. അത് ഇന്ത്യയിൽ തന്നെ ഇതിനകത്ത് കോമ്പറ്റീഷൻ ഇതിൻ്റെ അപ്പുറമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിക്കവാറും സിനിമ പ്രദർശിപ്പിക്കാനുള്ള റൈറ്റ്സ് പോലും എടുത്ത് കളയും. കാര്യം അത് മാക്സിമമായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലെവൽ വേറെയാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുന്നു, ഈ വഴിതെറ്റിയെന്ന ആൾക്കാർ ഇതിൻ്റെ പുറകെ പോകരുത്. പോയിട്ട് അതങ്ങനെയാണ് ഇതിങ്ങനെയാണ് കഥയാണ് മാങ്ങാത്തൊലിയാണ്, ഇതിനകത്ത് കഥയും തേങ്ങയൊന്നുമില്ല. ഈ മോഡൽ സിനിമകളാണ് ഇറങ്ങുന്നത്. ഓക്കെ, ഈ തരത്തിലുള്ള ഓഡിയൻസിനാണ് അവർ ഇൻറ്റൻഷൻ ചെയ്തിരിക്കുന്നത്. ഒരു പെർഫെക്റ്റ് ഇൻറ്റൻഷനോടുകൂടി തന്നെയാണ് സിനിമ ഇറക്കിയിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പോയി തല വെച്ച് അതാണ് തടന്ന് കിടന്ന് മോങ്ങരുത്. ചില ആൾക്കാർ അങ്ങനെ മോങ്ങുന്ന ഞാൻ കണ്ടു. ഇനി മോങ്ങിയ അപ്പോൾ ഇതെന്തായാലും ഉണ്ണിക്ക് കിട്ടിയ ഒരു കരിയർ ബ്രേക്ക് തന്നെയാണ്. ഉണ്ണിക്ക് ഇനി എനിക്ക് തോന്നുന്നത് ഇനി രാജമൗലിയുടെയൊക്കെ ഒരു ലിസ്റ്റിലേക്ക് ഉണ്ണി എന്തായാലും കയറും. പ്രശാന്ത് നീലിൻ്റെ ലിസ്റ്റിലേക്ക് ഉണ്ണി ചിലപ്പോൾ ഉണ്ടാവും. അല്ലെങ്കിൽ മെയിൻ ക്യാരക്ടർ, അല്ലെങ്കിൽ ഒരു ആക്ഷൻ പടം ത്രൂ ഔട്ട് ചെയ്യാനൊക്കെ അവർ ഉണ്ണിനെ വെച്ച് തയ്യാറാകും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ സിനിമയായിട്ട് ഒന്നുകൂടി പറയാം, ഇത് ഒരു പർട്ടിക്കുലർ ഇൻറ്റൻഷനോട് കൂടി ചെയ്തിരിക്കുന്ന സിനിമയാണ്. ഓക്കെ, ആ ഓഡിയൻസിനെ തന്നെ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ്. ആവശ്യമില്ലാത്ത ആൾക്കാരൊന്നും ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് തല വെച്ചേച്ചും കഥയില്ല, തേങ്ങയില്ല, വാങ്ങയില്ല എന്നും പറയരുത്. പറഞ്ഞ അപ്പോൾ ഇതാണ് ടോട്ടൽ സിനിമ. ബ്ലഡ്. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യമുണ്ട്. ഇതിൻ്റെ അകത്ത് BGM, അത് ത്രൂ ഔട്ട് കംപ്ലീറ്റ് BGM ഇതിനകത്ത് ത്രൂ ഔട്ടുണ്ട്. അത് ഒരു രക്ഷയില്ല, അത് ഭയങ്കര സൂപ്പർബായിട്ടുള്ള കാര്യം. ഈ പിന്നെ പറയാം, കില്ലും ഈ സിനിമയായിട്ട് തമ്മിലുള്ളൊരു വ്യത്യാസം. കില്ലെന്ന് പറയുന്ന സിനിമ അറിയാലോ, അതിനകത്ത് ആ ട്രെയിനിൽ ആ ഒരു അറ്റാക്ക് നടക്കാൻ തുടങ്ങി, ആ സിനിമ തീരുന്നത് വരെ അതിനകത്തെ ഓരോ ബ്രീത്ത്, ഓരോ ശ്വാസത്തിനും അതിൻ്റെതായ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഓക്കെ, ആ ഓരോ അതിനകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും അത് കാണുന്ന പ്രേക്ഷകന് നെഞ്ചിരിപ്പ് ഉണ്ടാക്കുന്ന സീൻസാണ്. അത് ട്രെയിനിൻ്റെ അകത്താണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റോറി പശ്ചാത്തലം വന്നിരിക്കുന്നത്. മാർക്കോ എന്ന് പറയുമ്പോൾ കുറേ നമുക്ക് ബ്രീത്തിങ് സ്പേസ് ഉണ്ട്. അതേപോലെ ഒരു ടെൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിലല്ല ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ റിലാക്സേഷനും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ത്രൂ ഔട്ട് ഒരു വയലൻറ്റ് മൂവി തന്നെയാണ്. കില്ലിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത അതാണ്. പക്ഷേ ഇമോഷണലി കുറച്ചും കൂടി കണക്റ്റ് ആകുന്ന ഒരു സ്റ്റോറിയും കൂടിയാണ് അതിനകത്ത് വരുന്നത്. മാർക്കോ അങ്ങനത്തെ ഒരു ഇമോഷണലി കണക്റ്റ് ആകുന്ന സ്റ്റോറിയില്ല. ബട്ട് സ്റ്റിൽ അവരത് സ്റ്റോറി ലൈൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ഒരു ഇമോഷൻസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ആൾക്കാർ ഇതിനെപ്പറ്റി പോസിറ്റീവ് തന്നെ പറയുന്നത്. അല്ലാണ്ട് വെറുതെ മലയാളിക്ക് പണി അറിയാണ്ടൊന്നും പണിയെടുക്കില്ല. ഹനീഫ് അദീനൊന്നും പണി അറിയാത്ത എടുക്കുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ. 5 പടങ്ങളിൽ 3 ഇപ്പോൾ സൂപ്പർ ഹിറ്റാണ് ഹനീഫ് അദീനയുടെ. മിഖായിൽ നല്ലതായിരുന്നു, അത് ഓടാണ്ട് പോയി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇതിറക്കിയത്. മിഖായിലിൻ്റെ സ്പിൻ ഓഫ് ആണല്ലോ ഇത്. അപ്പോൾ കാണാൻ താല്പര്യമുള്ള ആൾക്കാർ മാത്രം പോയി കാണുക, അല്ലാത്തവർ പോയി പണി നോക്കുക. ഓക്കെ, ഇതേപോലുള്ള സിനിമകൾ ഇനിയും വരട്ടെ. കൊതിച്ചിരിക്കുന്നു. നമ്മളിങ്ങനെ വയലൻസ് മൂവിയുടെ ആരാധകരാണ്. അപ്പോൾ കൂടുതൽ ഇതെറിപ്പിക്കുന്നില്ല. ബൈ.